പാഠം 1009. പുതിയ പുതിയ കാര്യങ്ങൾ. ഹലോ, ഉത്തമ ഞാനാ. നമസ്കാരം വക്കീലെ. എന്താണ് രാവിലെ? ഉത്തമനിപ്പോ എവിടെയാ? ഞാൻ ഈ പരിസരത്തൊക്കെ ഉണ്ട്. എന്താണ് വക്കീലെ കാര്യം? പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയതിനു ശേഷം ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. മോഹനയുടെ 9 ആകുമ്പോഴേക്കും ആഫീസിൽ പോണല്ലോ. രാവിലത്തേക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കാൻ നേരമില്ല. ഉത്തമൻ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് വരുമോ? എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാ മതി. ദോശ അപ്പോ എല്ലാം വാങ്ങിയാ മതി. കറി എന്താ ഉള്ളതെന്ന് നോക്ക്. 2 പേർക്കുള്ളത് വേണേ. അറിയായിട്ട് കൃത്യം 8:30 മണിയാകുമ്പോ ഞാൻ അവിടെ എത്തും. പിന്നെ പുതിയ വീട്ടിലെ താമസമൊക്കെ എങ്ങനെയുണ്ട് വക്കീലെ? ഇന്നലെ വൈകിട്ട് വന്നതല്ലേ ഉള്ളൂ. താമസത്തിന്റെ കേമത്തൊക്കെ പതുക്കെയല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ ശരി ഉത്തമ. ശരി 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 ശരി. ഞാൻ ഉത്തമനെന്ന് കാണാതിരിക്കുകയായിരുന്നു. നമ്മുടെ മോനേഷ് സാർ താമസം മാറ്റിയോ? മാറ്റി. ഹൗസ് ഓണർ ഉൽപ്പലാക്ഷ ചേട്ടനുമായിട്ട് ചെറിയൊരു തർക്കം, അങ്ങനെ മാറിയതാ. ഇപ്പൊ എവിടെ? നമ്മുടെ പലചരക്ക് കട നടത്തുന്ന ബാഹുലയ ചേട്ടന്റെ തറവാട് വീടില്ലേ, അത് കുറെ നാളായി ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. അവിടേക്കാ താമസം മാറ്റിയേ. ചായ. മണി എത്ര നിനക്കറിയാമോ? ഒരു ചായ കിട്ടാൻ ഇത്രയും നേരം നോക്കിയിരിക്കണമെങ്കിൽ അത് കഷ്ടം തന്നെയാ. എന്നെ കൊണ്ട് രാവിലെ തന്നെ വലുത് പറയിക്കാൻ നിൽക്കല്ലേ. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റുന്നതിന്റെ പ്രയാസമൊക്കെ മോഹനേട്ടനെ അറിയാലോ. ഇന്നലെ വൈകിട്ട് ഇവിടെ കൊണ്ടുവന്നിറക്കിയ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കാൻ ഒരു കൈ സഹായം മോഹനേട്ടന്റെ ഭാഗത്തുണ്ടായോ? ഇല്ല. സകല ജോലി ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തത്. നിനക്കൊറ്റയ്ക്ക് ചെയ്യാനുള്ള ജോലിയെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരാൾക്ക് ചെയ്തു തീർക്കാനുള്ള ജോലി ചെയ്യുന്ന എന്തിനാണ് 2 പേർ? സാർ ഇതും പറയും ഇതിനപ്പുറവും പറയുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. പരിചയമില്ലാത്ത സ്ഥലത്ത് പെരുമാറുമ്പോ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും മോനട്ടാ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ? എല്ലാം കൂടെ നടക്കണ്ടേ. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരാൻ വൈകുന്നേരമാവും. ഈ ചായ മാത്രം ഞാനങ്ങ് ഉണ്ടാക്കിയേ ഉള്ളൂ. കഴിക്കാനുള്ളത് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ഉത്തമം വാങ്ങിക്കൊണ്ട് വരും. ഇങ്ങനെ നോക്കണ്ട, ഉത്തമനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഞാൻ ഇവിടുത്തെ അടുക്കള ചെയ്യാൻ നിന്നാലേ ഒടുക്കം വൈകും. 9:38 ആകുമ്പോഴേക്കും മോളുടെ ഓഫീസിൽ പോകേണ്ടതല്ലേ? 9:38 അല്ല, ഇന്ന് മുതൽ 9:43. പഴയ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നതിനേക്കാൾ 600 മീറ്റർ കുറവാണ് ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ. അതുകൊണ്ട് ഇനി 9:43 ഇവിടുന്ന് പുറപ്പെട്ടാൽ മതി. ആ ഒരൊറ്റ ലാഭം നോക്കിയിട്ടാണല്ലോ മോഹനായിട്ട് നീ വീട് തന്നെ വാടകയ്ക്ക് എടുത്തത്. ഒരിക്കലുമല്ല. ഈ വീട് തന്നെ വാടകയ്ക്ക് എടുക്കാൻ മറ്റ് 2 പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ വീട്ടിന് 4000 രൂപ വാടക കൊടുത്തപ്പോൾ ഇവിടെ 3250 രൂപയെ വാടകയുള്ളൂ. അതൊരു ഭയങ്കര സംഭവം മോനട്ടാ. ലാഭം കിട്ടുന്ന ഒരു 50 പൈസയാണെങ്കിലും മോഹനട്ട് അതിലേക്ക് ചാടി വീഴുമല്ലോ. അപ്പൊ പിന്നെ 750 രൂപ ലാഭം എന്നെല്ലാം കേട്ട പിന്നെ എങ്ങനെ മോഹനട്ട് വേണ്ടെന്ന് വെക്കും? വേറെയുമുണ്ട് കാരണം. ഈ വീടിന്റെ ഉടമസ്ഥൻ ബാഹുലൻ ചേട്ടൻ ഒരു മാന്യനാണ്, സത്യസന്ധനാണ്. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളാണ്. പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഉണ്ടായിരിക്കും. പണത്തിന്റെ കാര്യം കൃത്യം. അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. നിനക്ക് ഈ കൃത്യനിഷ്ഠ ചിട്ട എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നതിന് ഇഷ്ടമല്ലല്ലോ. ബാഹുലൻ ചേട്ടനെ പോലെ ആളുടെ വീട്ടിൽ താമസിക്കുമ്പോ നീ ഇതൊക്കെ പഠിച്ചോളൂ. ഞാനും ബാഹുലൻ ചേട്ടനും ഒക്കെ ഈ നാട്ടുകാരുടെ മുഴുവൻ കണ്ണിലുണ്ണിയായത് കൃത്യനിഷ്ഠ ഉള്ളത് കൊണ്ട് മാത്രമാണ്. മോഹനേട്ടന്റെ കൃത്യനിഷ്ഠ തന്നെ ഒരാൾക്ക് താങ്ങാവുന്നതിൽ കൂടുതലാണ്. അപ്പൊ പിന്നെ ഇനി ഒരാളും കൂടെ കൃത്യനിഷ്ഠ പറഞ്ഞോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. മണി 7:20. 7:20 ഇവിടെ വരുമെന്ന് ബാഹുലൻ ചേട്ടൻ ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടോ? കൃത്യം 7:20. കണ്ടു പഠിക്ക്.
നമസ്കാരം മോഹനേഷ സാറേ. നമസ്കാരം. താമസമൊക്കെ എങ്ങനെ ഒന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. ഇതുപോലൊരു വീട്ടിൽ താമസിക്കാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യമെന്ന് ഞാൻ ഭാമയോട് പറയുകയായിരുന്നു. അല്ലേ ഭാമേ? എന്താ ഇത്? നേരം വിളിച്ച് ഇത്രയും സമയമായിട്ട് മുറ്റമടിച്ചില്ലേ വക്കീലേ? അല്ല, രാവിലെ അടുക്കളയിൽ നല്ല തിരക്കായിരുന്നേ. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് തീർന്നത് രാവിലെ ആയപ്പോഴാ. അതുകൊണ്ട് മുറ്റമടിക്കാൻ സമയം കിട്ടിയില്ല. ഇത്തരം ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. വൃത്തിയുടെയും ചിട്ടയുടെയും കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. മോഹനകൃഷ്ണ സാറായതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. അല്ല ബാഹുലൻ ചേട്ടാ, വൃത്തിയുടെയും കൃത്യനിഷ്ഠയുടെയും കാര്യത്തിൽ ഞാനും അങ്ങേ പോലെ തന്നെയാണ്. ഇന്ന് പറ്റിയത് പറ്റി. നാളെ മുതൽ രാവിലെ 6 മണിക്ക് മുൻപ് ഭാമ മുറ്റം തൂത്ത് വൃത്തിയാക്കിയിരിക്കും. ഇല്ലേ ഭാമേ? എന്റെ വീട്ടിലെല്ലാരും 4 മണിക്ക് എഴുന്നേൽക്കും. മുറ്റം തൂത്ത് വീടും ഭംഗിയായിട്ട് തൂത്തുവാരി കുളിയും കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറും. അതാണ് ചിട്ട. പറഞ്ഞു വരുമ്പോ ഞാനും അങ്ങനെ. പക്ഷേ ഭാമ ചില സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല, അത്രേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ അടുക്കളയുടെ അവസ്ഥ എന്തായിരിക്കും? ഞാനൊന്ന് നോക്കട്ടെ. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞ ബാഹുലൻ ചേട്ടൻ വലിയ ചിട്ടക്കാരനാണ്, സൂക്ഷിക്കണമെന്ന്. ഇപ്പൊ എന്തായി? നമ്മളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതോ അതോ അങ്ങേരുടെ അവതാരത്തിൽ കാശ് കൊടുക്കാതെ താമസിക്കുന്നതോ? മോനട്ടാ, ഒരുപാട് കളിച്ചിട്ടുണ്ടെങ്കിലേ വീട്ടുടമസ്ഥനാണെന്ന് ഞാൻ നോക്കൂല. എന്റെ വായത്തൊന്നൊക്കെ ഞാൻ വിളിച്ചു പറയും. എന്തായി കാണിച്ചു വച്ചിരിക്കുന്നു? ഈശ്വര, എന്താ ഈ അടുക്കളയുടെ കോലം? ഇത് എന്റെ വീട് തന്നെയാണോ? അല്ല ചേട്ടാ, ഇന്നലെ വൈകിട്ടാണല്ലോ സാധനങ്ങളെ കൊണ്ട് നിറക്കിയത്. അതുകൊണ്ട് എല്ലാം ഒന്ന് അടുക്കി വെക്കാനുള്ള സമയം കിട്ടിയില്ല. പകല് ഇത്തരം ന്യായങ്ങളൊന്നും ഞാൻ സമ്മതിച്ചു തരില്ല. ഇന്നലെ രാവിലെ ഞാൻ താക്കോല് തന്നപ്പോ എന്ത് വൃത്തിയായ വീടായിരുന്നു ഇത്. അതിങ്ങനെ അലങ്കോലമാക്കിയ നിങ്ങളെ ഞാൻ എങ്ങനെ ഇവിടെ താമസിപ്പിക്കും? വെറുതെ ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞല്ലേ എല്ലാം പെട്ടെന്ന് ഇവിടെ അടുക്കി വെക്കണമെന്ന്. ഇവർക്കൊക്കെ ഇതാണ് ഞാൻ പറയുന്നത്. ഈ ഇടയായിട്ട് നിനക്ക് തീരെ ഉത്തരവാദിത്തമില്ലെന്ന്. എന്ന് പറഞ്ഞെങ്ങനെ മോനട്ടാ? വേറൊരു വീട്ടിലേക്ക് താമസം മാറുമ്പോ എല്ലാം ഒന്ന് ശരിയായി വരാൻ കുറച്ച് സമയം എടുക്കില്ലേ? അതൊന്നും എന്റെ വീട്ടിൽ നടക്കില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് വാടകയ്ക്ക് തരുന്ന കാര്യം എനിക്ക് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും. പക്ഷെ ബാഹുലൻ ചേട്ടാ, ഒന്നും ഞാൻ സമ്മതിക്കില്ല. ഒന്നിനും ഞാൻ സമ്മതിക്കില്ല. അയ്യോ അല്ല ബാഹുലൻ ചേട്ടാ, ഞാൻ പറയുന്നത് അല്ല എന്താന്ന് വെച്ചാല് നാളെ പോലെല്ലാം ബാഹുലൻ ചേട്ടാ ദേഷ്യപ്പെടല്ലേ. ഇതിപ്പോ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഭാമയ്ക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. നാളെ മുതൽ എല്ലാം കൃത്യമായിരിക്കും. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. ഞാൻ പോയി എന്റെ വ്യവസ്ഥകൾ മുഴുവൻ എഴുതിക്കൊണ്ടുവരാം. അതിൽ മോഹനേഷ് ഒപ്പിട്ട് തരണം. അതെവിടെ തന്നെയാണ്? വാടക എഗ്രിമെന്റ് ഒരു പ്രാവശ്യം എഴുതിയതല്ലേ? അതില്ലാത്ത എന്ത് ദിവസം ഇനി എഴുതാനുള്ളത്? അത് ഞാൻ കൊണ്ടുവരുമ്പോ കണ്ടാ മതി. എന്റെ അച്ഛന്റെ കാലത്തുണ്ടാക്കിയ വീടായത്. ഇതുവരെ ഒരു ദോഷമില്ലാതെ ഞാൻ കൊണ്ടു കിടക്കായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ താമസിക്കാൻ വന്നതിന്റെ പേരില് എന്റെ വീട് അലങ്കോലമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബാഹുലൻ ചേട്ടൻ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ചേട്ടന്റെ വ്യവസ്ഥ എന്ന് വെച്ചാൽ അതൊന്ന് എഴുതിക്കൊണ്ട് വന്നാൽ മതി. അല്ലെങ്കിലും വീട് ഭംഗിയായി സൂക്ഷിക്കണം എന്നൊരു വ്യവസ്ഥ എഴുതുന്നില്ല. എന്താ കുഴപ്പം? ബാഹുലൻ ചേട്ടൻ എഴുതിക്കൊണ്ടുവരൂ. അതെ, ഞാൻ പോയിട്ട് കൃത്യം 1/2 മണിക്കൂറിനുള്ളിൽ തിരികെ വരും. പലചരക്ക് കടയുടെ പറയില്ലേ ഞാനൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ രാവിലെ കൃത്യം 7:35 ഞാൻ ചെല്ലാറുണ്ട്. അവിടെ താമസിക്കുന്നവർ ഈ വ്യവസ്ഥയൊക്കെ അംഗീകരിക്കുന്നുണ്ടോന്ന് നോക്കണമല്ലോ. അവരോട് സംസാരിച്ചിട്ട് വേണം 7:45 കട തുറക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങോട്ട് വരും. അതായത് കൃത്യം 8:05 ഞാൻ ഇവിടെ എത്തിയിരിക്കും. ഞാനൊരു സമയം പറഞ്ഞ അത് പറഞ്ഞതാ. ഞാനും അങ്ങനെ കൃത്യമായ സമയം പാലിക്കുന്നവരോട് എനിക്ക് അതുകൊണ്ട് തന്നെ വലിയ ബഹുമാനമാണ്. വേണം. ഇന്ന് മുതൽ കൃത്യം 9:43 ഞാൻ ഓഫീസിലേക്ക് പുറപ്പെടാൻ പോകുന്നു. അതിനു മുൻപ് ബാഹുലൻ ചേട്ടൻ ഒന്ന് വന്നാൽ മതി. ശരി. പിന്നെ വക്കീലേ,
ഞാൻ വരുമ്പോഴേക്കും ദേ ഈ മുറ്റം തൂത്ത് വൃത്തിയാക്കിയിരിക്കണം, മനസ്സിലായല്ലോ? ആ പറഞ്ഞാണല്ലോ, ആദ്യം തന്നെ അത് നടക്കട്ടെ. മിക്കവാറും നടക്കും. എനിക്ക് വേറെ 100 കൂട്ടം പണിയുണ്ട്. അത് കഴിയാതെ ഈ പണി നടക്കൂല. എന്ന് പറയാൻ എങ്ങനെയാ? ബാഹുലൻ ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും മുറ്റം വൃത്തിയാക്കിയില്ലെങ്കിൽ അങ്ങനെ വഴക്കുണ്ടാക്കില്ലേ? ഉണ്ടാക്കിക്കോട്ടെ, ഒക്കെ സാറിന്റെ ഏർപ്പാടല്ലേ. എനിക്കിതിൽ ഒരു പങ്കുമില്ല. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ ഇതുപോലൊരു വീട് വാടകയ്ക്ക് കിട്ടൂലല്ലോ. എന്തിനാണോ ഈ വീട്ടിനകത്തൊരു പടി കൊണ്ട് വെച്ചേക്കുന്നത്? സിബ് എവിടെ? ബാഹുലൻ ചേട്ടൻ ഈ വീടിന്റെ ഉടമസ്ഥനാണ്. അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ തർക്കിക്കുകയാണോ വേണ്ടത്? അങ്ങേരുടെ വീട്ടിൽ അഗതിയായിട്ട് കയറി വിടക്കാൻ വന്ന ആളല്ല ഞാൻ. നല്ല ഒന്നാം തരമായി വാടക എഗ്രിമെന്റ് എഴുതി അഡ്വാൻസും കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ താമസം തുടങ്ങിയിരിക്കുന്നത്. പിന്നെ അങ്ങേർക്ക് എന്താണ് പ്രശ്നം? സ്വന്തം വീട്ടുമുറ്റം വൃത്തികേടായി കിടന്നാൽ ആരായാലും ചോദിച്ചു പോകും. അതൊരു കുറ്റമാണോ? അത്രയ്ക്ക് വിഷമമാണെങ്കിലേ മോഹനത്തിന് പോയി അടിച്ചു വൃത്തിയാക്ക്. ഞാനോ? എന്താണ് ഞാന് കുഴപ്പം? ബാഹുലൻ ചേട്ടനെക്കാട്ടിലും ഭ്രാന്തുണ്ടല്ലോ മോഹനേട്ടന്. മോഹനേട്ടൻ അടിച്ചു വാരിയാലും മുറ്റത്തെ കരുകളെല്ലാം പൊയ്ക്കോളും. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസർക്ക് മുറ്റം അടിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടോന്ന് ഞാൻ 1000 വട്ടം ചോദിച്ചിട്ടുണ്ട്. വെറുതെ ഒച്ച വെക്കാൻ നിൽക്കേണ്ട മോഹനേട്ടാ. ഞാൻ മുറ്റമടിക്കണമെങ്കിൽ ഉച്ചയെങ്കിലും ആവും. അതിനു മുന്നേ ഇവിടെ തീർക്കാനേ 1000 ജോലിയുണ്ട്. തിരിച്ചു വരും. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? മോഹനേട്ടൻ അയാളെ പേടിയാണെങ്കിൽ മോഹനേട്ടനെ പോയി മുറ്റമടിക്ക്. വേറെ ഒരു വഴിയില്ല. എന്റെ അച്ഛനാണ് ഞാൻ മുറ്റമടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതിന് പേര് മോഹനേട്ടൻ എന്ത് വഴക്കുണ്ടാക്കിയാലും വിടില്ല. നോക്കട്ടെ. ബാഹുലൻ ചേട്ടനെ കൊണ്ട് എന്തായാലും അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ എന്റെ വില്ലേജ് ഓഫീസറൊന്ന് മുറ്റം പിടിക്കുന്നത്. മോഹൻലക്ഷ്മി സാറേ, എന്താ പരിപാടി? സിനിമ കാണുന്നത് കണ്ടിട്ട് വാ. ഇവിടെ ഈ വരയില് കണ്ടിട്ട് ശശിക്ക് മനസ്സിലായില്ലേ മുറ്റ തൂക്കാണെന്ന്? മനസ്സിലായി. പക്ഷെ സാറാണ് ഇവിടെ മുറ്റമടിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വക്കീലൊന്നും ചെയ്യില്ല അല്ലേ? ശശി ഇതോടത്ത് കരടച്ചില്ലല്ലോ? ഇല്ല. കരടക്കാൻ അങ്ങോട്ട് വാ. അപ്പൊ ഞാൻ ശരിയായി തരാം. അഹങ്കാരി. എടാ, മുറ്റവടിയും കരവും തമ്മിൽ എന്ത് ബന്ധം? പോയാ ഉണ്ടാ. മോനേട്ടാ, ഇങ്ങനെ തൂത്താ മുറ്റ സഹിതം അങ്ങ് പോവും. കുറച്ച് പതുക്കെ. എങ്ങനെയാണ് മുറ്റ തൂക്കാൻ എനിക്കറിയാം. എനിക്ക് വേണ്ട. ഓക്കെ, വേണ്ടെങ്കി വേണ്ട. വേഗം മുറ്റം തൂത്തിട്ട് വാ. എന്നിട്ട് വേണം അടുക്കളയിലെ പാത്രം കഴുകാൻ. ബാഹുലൻ ചേട്ടൻ വന്ന് അടുക്കളയൊക്കെ നോക്കില്ലേ? അവസരം ചൂഷണം ചെയ്യുക. ഹലോ, അതെ. എന്താ സാറേ? വാ. അതെ, താമസം മാറി. ഇന്നലെ വൈകിട്ട് സാധനങ്ങളെ കൊണ്ടുവന്ന്. കുഴപ്പമില്ല, വാടക കുറവാ. പക്ഷെ വീട്ടുടമസ്ഥ കുറച്ച് പ്രശ്നക്കാരന്. എന്താണെന്ന് വെച്ചാ അതൊക്കെ നേരത്തെ കാണാൻ പറയാം. ആരോ വന്നിട്ടുണ്ട്. ഞാൻ ആഫീസിൽ നിന്നിട്ട് സാധനം അങ്ങോട്ട് വിളിക്കാം.
ശരി. ഭാമേ, ആരോധിരിക്കുന്നു. ബാഹുലൻ എത്ര പെട്ടെന്ന് വന്നു. ഞാൻ കരുതി കുറച്ചുകൂടി കഴിയാനിക്കൊന്ന്. ബാഹുലയനൊരു സമയം പറഞ്ഞ അത് പറഞ്ഞതാ. 8:05 എന്ന് പറഞ്ഞു. ഇപ്പൊ 8:05 കാണും. നോയിക്കോളൂ. വാടക എഗ്രിമെന്റ് എഴുതിയപ്പോ പറയാതിരുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതായത് രാവിലെ 6 മണിക്ക് മുമ്പ് എല്ലാ ദിവസവും മുറ്റം തൂത്ത് വൃത്തിയാക്കിയിരിക്കും. അപ്പൊ മോഹനേട്ടൻ എന്നൊരു ജോലി. വീട് എല്ലാ ദിവസവും രാവിലെ തൂത്തുവാരി വൃത്തിയാക്കണം. യാതൊരു തരത്തിലുള്ള അഴുക്കും ഇതിനുള്ളിൽ കാണരുത്. ഞാൻ എല്ലാ ദിവസവും കട തുറക്കാൻ പോകുന്ന വഴിക്ക് ഇവിടെ വന്ന് വീട് മുഴുവൻ പരിശോധിക്കുന്നതായിരിക്കും. വീടിന്റെ ചുവരിലോ ജനാലയിലോ അഴുക്ക് കണ്ടാൽ അതിന് ഒരു പിഴ ശിക്ഷ ഉണ്ടാവും. ഓരോ ദിവസത്തെയും പിഴ അന്നന്ന് ഒടുക്കണം. ഇത് വാടക വീടോ അതോ ജയിലോ? പിന്നെ പട്ടി, പൂച്ച, പശു തുടങ്ങിയ മൃഗങ്ങളെയൊന്നും ഇവിടെ വളർത്താൻ പാടില്ല. രാത്രി 10 മണിക്ക് ശേഷം വാതിലുകൾ തുറന്നിടാനോ ലൈറ്റുകൾ കത്തിക്കാനോ പാടില്ല. കറന്റ് ചാർജ് അടയ്ക്കുന്ന നിങ്ങളാണെങ്കിലും അനാവശ്യമായി വൈദ്യുതി ചെലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾ മാധവൻകുട്ടിയുടെ കടയിൽ നിന്നാണ് പലചരക്ക് വാങ്ങുന്നതെന്ന് എനിക്കറിയാം. ഈ വീടിന്റെ ഉടമസ്ഥനായ ഞാൻ ഒരു കട നടത്തുമ്പോ നിങ്ങൾ മറ്റൊരാളിന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് ശരിയല്ലാത്തതുകൊണ്ട് എന്റെ കടയിൽ നിന്നേ സാധനങ്ങൾ വാങ്ങാവൂ. ഇതിനെ ഗുണ്ടായിസം എന്ന് പറയും. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും വ്യവസ്ഥയോട് എതിർപ്പുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല. നമ്മള് വാടക എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടല്ലോ ചേട്ടാ. അതുകൊണ്ട് വീട്ടുടമസ്ഥന് വാടകക്കാരെ പറ്റി പരാതി ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഒരു പാടുമില്ല. തൃപ്തിയായല്ലോ മോഹനേട്ടന്? എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ബാഹുലൻ ചേട്ടൻ ദൈവത്തെ പോലാണെന്നല്ലേ പറഞ്ഞത്? എന്ത് തീരുമാനിച്ചു സാറ്? സമ്മതിച്ചു. അല്ല സാറേ, നമസ്കാരമുണ്ട് സാറേ. കാപ്പി കൊണ്ടുവന്നാവും. ബാബുലൻ ചേട്ടോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഉത്തമനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം ഉത്തമൻ എന്റെ കയ്യിൽ നിന്ന് 50 രൂപ കടം വാങ്ങിയത് മറന്നുപോയോ? അതവിടെ പൈസയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കൃത്യനിഷ്ഠക്കാരനാണെന്ന് ഉത്തമൻ അറിയാലോ. ഏത് കാര്യത്തിലാണാവോ അല്ലാത്തത്? അതെ, ഇങ്ങനെ മോഹനേട്ടനും ഇരട്ട കാണും. അതെ, പിന്നെ ബാബുലൻ ചേട്ടാ, ഈ തിരക്കിന്റെ ഇടയിൽ ഞാനങ്ങ് മറന്നു പോയതാണ്. ഇന്ന് തന്നെ ഞാനത് കടയിൽ ഏൽപ്പിച്ചേക്ക. ഇതെന്താ കയ്യില്? ഇത് ഇവരിവിടെ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞേ. അതുകൊണ്ട് കഴിക്കാനുള്ളത് ഞാൻ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാണ്. വക്കീലേ, അപ്പവും കോഴിക്കറിയും കിട്ടി. ഉത്തമ, എന്റെ വീട്ടിൽ കോഴിക്കറി? ഇത് ചേട്ടന്റെ വീട്ടിൽ നിന്നല്ല, കൃഷ്ണൻകുട്ടിയുടെ ചായക്കട. അതല്ല, പിന്നെ ഈ കോഴിക്കറി ഇവിടത്തെ എന്റെ വീട്ടിലോ? മോഹനകൃഷ്ണനെ പോലെ അറിവും വിവരവും ഒക്കെ ഉള്ള ഒരാൾ ഇറച്ചി മീനും കഴിക്കൂ? എന്റെ വീട്ടിൽ നടക്കില്ല. അല്ല, അത് അതെ, ഞങ്ങളെ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല. നടക്കില്ല. മത്സ്യ മാംസാദികൾ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛന്റെയും മുത്തച്ഛന്റെയും ആത്മാക്കൾ സ്ഥലങ്ങും വിലങ്ങും അണിഞ്ഞിടക്കുന്ന വീടല്ലേ ഇത്? മേലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ അപ്പ ഇവിടുന്ന് ഇറങ്ങിക്കോണം. അവർക്ക് കൊടുക്കാൻ രാവിലെ ഒന്നും ഇല്ലെന്നേ. ഇത് ഞാൻ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ തന്നെ കൊടുത്തേക്കാം. മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് കൃഷ്ണൻകുട്ടിയോട് പറയുകയും ചെയ്യും. അത് കൊള്ളാലോ. ഉത്തമൻ ഇതിൽ ഇടപെടണ്ട. അതെ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ വാ തുറന്ന് എന്തെങ്കിലും പറ. ഇല്ലെങ്കിൽ രാവിലെ പട്ടണി ഇരിക്കേണ്ടി വരും. അപ്പൊ ശരി. അതെ, ഹലോ
വരൂ. എന്ത് ഉത്തമൻ ഇപ്പൊ കയറി വന്നത് 10 മിനിറ്റ് കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ ഈ കുഴപ്പമില്ലുണ്ടാവുന്നത്. അല്ല സാറേ, 8:30 മുമ്പേ വരണമെന്ന് വക്കീൽ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ കയറി വന്നത്. ഇനി ഉത്തമനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളുടെ വീട് വാടകയ്ക്ക് എടുത്തപ്പോ ആലോചിക്കണായിരുന്നു. നിസാര ലാഭം നോക്കി കാണിച്ചു കൂട്ടിയതല്ലേ, അനുഭവിച്ചു. സാറേ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ വക്കീലിന്റെ കാര്യത്തിലൊരു തീരുമാനം ആവും. ഞാൻ ഇനി ഇവിടെ എന്നിട്ട് കാര്യം ഇല്ലല്ലോ. പൊക്കോട്ടാ. ഓ ശരി. ബാഹുലേൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദീപു അല്ലേ? ബാഹുലേൻ ചേട്ടൻ നമ്മൾ കണ്ടുപിടിക്കണം. ബാഹുലേൻ ചേട്ടനെ പോലെ ഒരാളുടെ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞതിന്റെ മഹാഭാഗ്യം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അതെ, ഈ ഭാഗ്യം എന്ന വാക്കുകൊണ്ട് മോഹനേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? വിശക്കുന്നുണ്ടോ? സാരല്ലോ, ഒരു നേരം പട്ടിണിരുന്നോണ്ടേ ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ മോഹനകൃഷ്ണന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു തലവേദന കൂടി കടന്നു വന്നിരിക്കുന്നു. പുതിയ വീട്ടിൽ മനസമാധാനത്തോടെ കഴിയാമെന്ന വില്ലേജ് ഓഫീസറുടെ മോഹം നടക്കുമോ എന്ന ആശങ്ക ബാക്കി വെച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.